തോന്നുന്നു. അതാരാ ഗുരുച്ച പോലീസുകാരൻ? അത് സോളമൻ, സബ് ഇൻസ്പെക്ടർ സോളമൻ. സബ് ഇൻസ്പെക്ടർ സോളമൻ എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ സോളമൻ തന്നെയല്ലോ, കിങ് സോളമൻ ഒന്നും അല്ലല്ലോ. ഹലോ സബ് ഇൻസ്പെക്ടർ. ആ, എന്തൊന്നാടാ പേര് പറഞ്ഞേ? ഓ, സോളമൻ. ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാ. ഐ ആം ഡെന്നിസ്. അങ്ങനെ ആന്ന് പറഞ്ഞ് കൊച്ചാക്കല്ലേ. ഞാൻ ഡെന്നിസ്, പ്ലാന്റർ ചാക്കോച്ചന്റെ ഇളയ മോൻ, ex-MLA ഉമ്മച്ചന്റെ ബ്രദർ. അതിന്റെ ഒരു റെസ്പെക്ട് എനിക്ക് തരണം സബ് ഇൻസ്പെക്ടർ സോളമൻ. അനിയൻ പോയിട്ട് പിന്നെ വാ, ഞാനൊരല്പം തിരക്കിലാണ്. പിന്നീട് വരാൻ ഒക്കത്തില്ല, തന്നെക്കാളും തിരക്കിലാ ഞാൻ. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൂടെ കൊണ്ടുവന്ന ഈ പിള്ളേരുടെ മുമ്പില് ഞാൻ തീരെ അങ്ങ് കൊച്ചായി പോയല്ലോ സോളമ. ഇവന്മാരുടെ ഇടയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജും അന്തസ്സൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് താൻ ഇല്ലാതാക്കി കളഞ്ഞ്. അത് താനങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് പറഞ്ഞു. കൈയെടുക്കടാ. സ്റ്റൈലാക്കല്ലേ. സോളമൻ സാർ എണീറ്റ് എന്റെ കൂടെ ടേബിൾ വരെ വാ. ടെന്നീസ് ആരാന്ന് അവന്മാർക്കൊന്ന് ബോധ്യപ്പെടുത്തായോ? പ്ലാന്റർ ചാക്കോച്ചന്റെ മോനും ഉമ്മച്ചന്റെ അനിയനും ഒക്കെ നിന്റെ കുടുംബത്തിൽ മതി. വെളിയിൽ ഇറക്കിയാലുണ്ടല്ലോ ചവിട്ടി പരിപ്പ് ഞാൻ എടുക്കും. റാസ്കൽ. ആ അതെ, ഇല്ല ഞാൻ റോബിനാ. ഉമ്മച്ചനകത്ത് ബിഷപ്പുമായിട്ട് എന്ത് സംസാരത്തിലാ. ആ കുറെ നേരമായി, ഇപ്പൊ ഇറങ്ങാറേ കാണും. ഇത്രയും നേരമായി നമ്മൾ സംസാരിച്ച വിഷയം തന്നെയാണ്. ഈ സഭയുടെയും സമൂഹത്തിന്റെയും നന്മയെ കരുതിയെങ്കിലും പരസ്പരമുള്ള ഈ മത്സരം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്താ ഉമ്മച്ച? പിതാവിന് അറിയാത്തല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും CC പ്ലാന്റേഷന്റെ MD എന്ന നിലയിലും ഒരുപാട് തിരക്കുള്ള ആളാണ് ഞാൻ. അതൊക്കെ മാറ്റിവെച്ച് ഞാനിവിടെ വന്നത് പിതാവിന്റെ വാക്കിന്മേലുള്ള എന്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം ഒന്നും പറയാനില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല. ഞാൻ ഇറങ്ങുന്നു. എന്തായി? അവനോട് പോകാൻ പറ. അവന്റെ കളിയൊക്കെ അങ്ങ് മലബാറില്. ഉമ്മച്ചിനെ ഒതുക്കാൻ ഇതുപോലൊരു വാവച്ചം പോരാ. അതവൻ അറിയാഞ്ഞിട്ടാ. ഉമ്മച്ചായനങ്ങ് വന്നേ. എന്താടാ? വീട്ടിൽ നിന്ന് നിശ്ചയി കുറെ തവണ വിളിച്ചു, പിന്നെ ഓഫീസിൽ നിന്ന് സീവറും. ഉമ്മച്ചായനോട് പിതാവിന്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ. കാര്യം എന്നാന്ന് പറയടാ. ബാംഗ്ലൂരിൽ നിന്ന് ഡെന്നിച്ചിനും കുറച്ച് ഫ്രണ്ട്സുമായിട്ട് എത്തിയായിരുന്നു. പക്ഷേ രാത്രി ക്ലബിൽ വെച്ചെന്തോ കശപിച്ച. ആ പുതിയ SI ഇല്ലേ, അയാളുമായിട്ട് ഇപ്പൊ ലോക്കപ്പിലാ 4 പേര്. ഇതേവരെ വിട്ടിട്ടില്ല. കറിയാച്ചൻ ഇല്ലായിരുന്നു അവിടെ പോയി ഇറക്കിക്കൊണ്ട് വരാനുള്ളതിന്. കറിയാച്ചൻ പോയായിരുന്നു ഒരു വക്കീലുമായിട്ട്. പക്ഷെ ഉമ്മച്ചൻ തന്നെ നേരിട്ട് വരണമെന്ന് ഒറ്റ വാശിയിൽ അയാൾ, ആ SI.
ഉമ്മച്ചൻ സാറേ, ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. ക്ലബിൽ പോകുന്നതോ മദ്യപിക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല. ക്ലബും മദ്യമൊക്കെ പിന്നെ എന്നാത്തിനാ? പിന്നെ ഒരു പോലീസുകാരന്റെ ദേഹത്ത് കൈവയ്ക്കുക എന്ന് പറഞ്ഞാ അതും ഒരു തെറ്റല്ല. പ്രത്യേകിച്ച് പ്ലാന്റർ ചാക്കോച്ചന്റെ മോൻ ഉമ്മച്ചന്റെ അനിയൻ. പക്ഷെ ഈ സോളമന്റെ ദേഹത്ത് തൊട്ട ഏത് കോപ്പന്റെ മോനായാലും കൊള്ളാം, അനിയനായാലും കൊള്ളാം, പരുപ്പ് ഞാൻ എടുക്കും. അതിന്റെ പേരിൽ ഉമ്മച്ചനൊന്നും തോന്നരുത് കേട്ടോ. പൗലോസേ, ആ പിള്ളേരെ ഇറക്കി വിട്ടേരെ. പോയിക്കോ. അടുത്ത വെക്കേഷൻ വരുമ്പോ മുൻകൂട്ടി അറിയിച്ചേക്കണം. ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ ഒരുങ്ങിയിരുന്നോളാം. നീ വണ്ടിയിലോട്ട് കയറി, ഞാനെത്തി. സോളമ, ഞാനിവിടുത്തെ XMLA ഭരണകക്ഷിയുടെ നേതാവാന്നൊക്കെ വിട്ടേക്ക്. ചത്തുപോയ എന്റെ അപ്പൻ പ്ലാന്റർ ചാക്കോച്ചന്റെ പേരും വേണ്ട. പക്ഷെ നീ കൈവച്ചത് ഉമ്മച്ചന്റെ അനിയന്റെ മേല. നിന്റെ കൈകൊണ്ട് അവന്റെ ദേഹത്ത് പൊടിഞ്ഞ ചോര എന്റെ സ്വന്തം ചോരയാ. അതിന്റെ കണക്ക് നീ പറയേണ്ടി വരും. നിന്നെ കൊണ്ട് പറയിക്കും ഞാൻ. ഉമ്മച്ച, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറും. താനാണെങ്കിൽ ഞാൻ കസ്റ്റഡിയിലെടുത്തൊരു പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ വന്നു ഒരുത്തൻ. സോളമ എന്ന തന്റെ ആദ്യത്തെ വിളിക്ക് തന്നെ കിട്ടിയനെ മോനെ. അടിനാഭിക്കിട്ട ആദ്യത്തെ തൊഴി സാറേ എന്ന് വിളിക്കണം. സബ് ഇൻസ്പെക്ടർ സാറേന്ന്. മനസ്സിലായോ? പിന്നെ അവന്റെ ദേഹത്തുനിന്ന് പൊടിഞ്ഞ നിന്റെ ചോരയുടെ കാര്യം. ചോര ആരാന്റെ ആണേലും അവനവന്റെ ആണേലും ഉമ്മച്ച സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചില്ലേ തറ തൂവിപ്പോവും. ചോരയാന്നേ ഒരിക്കൽ തറയെ വീണു പോയാൽ രണ്ടാമത് കോരിയെടുത്ത് ഞരമ്പേൽ ഒഴിക്കാൻ ഒക്കത്തില്ല. അതോർത്തിരുന്നാ മതി. പ്ലാന്റർ ചാക്കോച്ചിയുടെ മക്കള് രണ്ടും. എന്നാ ഉമ്മച്ചൻ ചെല്ല്, ഞാൻ വിളിച്ചോളാം. പൗലോച്ച, ആരേലും വിട്ടൊരു ചായ തരാൻ പറ. തോമാവെന്ന് പറഞ്ഞത് കേട്ടപ്പോ നീ വരത്തില്ലെന്നാ ഞാൻ വിചാരിച്ചേ. വരണ്ടെന്ന് തന്നെ ഞാനും വിചാരിച്ചത്. പിന്നെ ആ വിചാരം അങ്ങ് മാറാൻ എന്നതാടാ കാര്യം? ഒരൊറ്റ തവണ കൂടി ആവാന്ന് വിചാരിച്ചു. അതും കളരിമുറ്റത്തേക്കില്ല, ഇവിടെ പള്ളി വരെ ഉള്ളൂ. ഈ ഒറ്റ തവണ കൂടി മതിയാവൂ. അടുത്ത തവണ വരികയാണെങ്കിൽ തന്നെ എന്നെ ശാസിക്കാനോ ഗുണദോഷിക്കാനോ ഞാനുണ്ടായെന്ന് വരത്തില്ല. തോമാച്ചനെ ഞാൻ പറഞ്ഞയച്ചത് ഞാനും കൂടെ ട്രസ്റ്റിയായിട്ട് നടത്തുന്ന ഒരു ചാരിറ്റി ഫണ്ടിന്റെ കാര്യം ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് വെച്ചാൽ ഫണ്ടിലേക്കുള്ള വരവ് തീരെ കുറവാണ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് ഹാർട്ട് ഡിസീസായിട്ട് കഴിയുന്ന ആമിന എന്നൊരു കൊച്ചിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ കുറച്ചു തുക സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ച. വലിയൊരു തുക ചെലവുള്ള കാര്യമാണ്. ഈ ആമിന കൊച്ചിന്റെ കാര്യം നീ ഏറ്റെടുക്കണം. അതിനിപ്പോ എന്റെ കയ്യിൽ എവിടെ നിന്നാച്ചോ വലിയ നിക്ഷേപം ഇരിക്കുന്നത്. ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും നോക്കുകയല്ല.
പിന്നെ എപ്പോഴേലും ആവട്ടെ, ഞാൻ നോക്കാം. എടാ മോനെ, ഇതെനിക്ക് സിമിത്രിയിലിട്ട് പോകുമ്പം കിഴി കെട്ടി കൂടെ കൊണ്ടുപോകാനല്ല. കണ്ടവനെയൊക്കെ പറ്റിച്ചും പിടിച്ചു പറിച്ച് നീ ഉണ്ടാക്കുന്ന കാശിൽ നിർത്തുക. ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപകാരപ്പെടുമെങ്കിൽ അതിന്റെ ഒരു പുണ്യം നിനക്ക് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാ. ഇനി അതേ കയറി തൂങ്ങണ്ട. എന്നെ കൊണ്ട് പറ്റുന്ന എന്നാന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചേക്കാം. അതിന് കിഴിക്കെട്ടി സിമിത്തേരിയിലോട്ട് എടുക്കുവോ കുഴിച്ചിട്ട് മുളപ്പിക്കോ എന്നതാന്ന് വെച്ചാ ചെയ്. പക്ഷെ ഇത് പറയാൻ വേണ്ടി മാത്രം എന്നെ ഇത്രയും ദൂരം വണ്ടി ഓടിപ്പിച്ച് ഇതുവരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല. 2 ദിവസം മുമ്പ് ആ പെങ്കൊച്ചുങ്ങൾ ഇവിടെ വന്നായിരുന്നു. അതുങ്ങളുടെ കണ്ണീര് കണ്ട് സഹിക്കാഞ്ഞിട്ടാ. സോളമാ, 2 വയറ്റിൽ പിറന്നതാണെങ്കിലും അതുങ്ങൾ നിന്റെ പെങ്ങന്മാരല്ലാണ്ട് വരികയില്ലല്ലോ. 2 ആഴ്ചയായിട്ട് കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല നിന്റെ അമ്മ. ഇനി എഴുന്നേക്കുമെന്നും തോന്നുന്നില്ല. ആയ കാലത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അത് നിന്നെപ്പോലെ തന്നെ എനിക്കും അറിയാം. പക്ഷേ ഒരു പാപം മറ്റൊരു പാപത്തിനുള്ള പരിഹാരമാകുന്നില്ലല്ലോ കുഞ്ഞെ. അച്ഛൻ കാര്യം പറ. ഞാനിപ്പോ എന്നാ വേണമെന്ന്? കളരിമുറ്റത്തെ വീട്ടിൽ ചെന്ന മനുഷ്യനെ ഒന്ന് കാണണം. ശരി, കാണാം. പക്ഷെ അങ്ങേര് ചത്തുപോയെന്ന് പറയാൻ പോലും ഇനിയൊരു തവണ അച്ഛൻ ആളെ വിടരുത്. അതിന് പകരമാണ് ഈ കാണലെന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. എന്ത് വേണമെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു. ഈ പെണ്ണിന് എന്നാത്തിന്റെ ഇച്ചായ വന്നു. സോളമൻ ഇച്ചായ. എന്നാലും എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ വന്നല്ലോ. എന്റെ മോൻ ക്ഷമിക്കണം. മഹാഭാവിയായ ഈ അപ്പനോട് കഴിഞ്ഞതൊക്കെ മറക്കണം. ഇവർക്ക് ഇനി നീയേ ഉള്ളൂ. അപ്പൻ ചെയ്ത തെറ്റിന് ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത്. നിന്റെ പെങ്ങന്മാരായവരെ എന്റെ അമ്മച്ചി മരിച്ചിട്ട് വർഷം 18 കഴിഞ്ഞു. അതിന് മുൻപോ പിൻപോ എനിക്കൊരപ്പനുണ്ടായിരുന്നില്ല. ഇനി ഇത്രയും കാലത്തിന് ശേഷം അങ്ങനൊരു പുതിയ ബന്ധം എനിക്ക് വേണ്ട. ജീവിതത്തിൽ ഇന്നേ വരെ സോളമൻ ഒറ്റയ്ക്കായിരുന്നു. ഇനി അങ്ങനെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. എന്റെ കൈകൊണ്ടൊരു കപ്പ് കാപ്പി കുടിച്ചിട്ട്. വേണ്ട. കുറച്ചു നാളായി സാറിനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, സാറിപ്പോ ഇവിടെ വന്നിട്ട് ഇത്ര ആയുള്ളെങ്കിലും എന്തോ കുറെ കാലമായിട്ടുള്ള ബന്ധവും പരിചയമോ ഒക്കെ ഉള്ള പോലെ. അതുകൊണ്ടാ. താൻ വളച്ചു കെട്ടാതെ കാര്യം എന്നാന്ന് പറയണോ പോലോച്ച? അല്ല, ഞാൻ പറയുന്നോണ്ട് സാറിനൊന്നും തോന്നരുത്. ഈ ചാരട് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ നടന്നാ മതി. എവിടെങ്കിലും ഒന്ന് കുറ്റിയടിക്കണ്ടേ? സാറൊന്ന് മൂളി കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ ഈ പൗലോസേറ്റ് നല്ല പയറ് പോലുള്ള പെൺപിള്ളേരുണ്ട്. അത് നല്ല 1-ാം തരം ഫാമിലിയിലുള്ളത്. എന്നതാ വേണ്ടതെന്ന് വെച്ചാ സാറ് പറ. ചെലവാകാതെ കിടക്കുന്ന വല്ല പെമ്പിള്ളാരും ഉണ്ടോ പോലോച്ച തന്റെ കുടുംബത്തില്? താനീ പറയുന്ന പയറ് പോലത്തെ പെമ്പിള്ളാരെ ഇടയ്ക്ക് ഞാനും കാണാറുണ്ട്. കാര്യം കഴിയുമ്പോ കാശും കൊടുത്ത് പറഞ്ഞയച്ചാ പോരാടോ. അതിനെന്നാത്തിന് അവരുടെ അടുത്ത് കുറ്റിയടിക്കുന്നത്?
എങ്ങോട്ടാടി മറിയാമേ? ഒരു വലിയ കോളത്തെ ലക്ഷണമുണ്ടല്ലോ. ഓ എന്തോന്ന് കോള് സാറേ, സീസണൊക്കെ മഹാമോശല്ലയോ? കാര്യം സാറ് നമ്മുടെ സ്വന്തം ആളാന്ന് പറഞ്ഞാലും ആരെയും വിശ്വസിക്കണ്ടായോ? മൂർഖനാന്നാ എല്ലാവരും പറയണേ. സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ, ഇല്ലയോ സാറേ? മതി മതി, സോപ്പിട്ട് നീ ഇല്ലാതാക്കി കളയല്ലേടി. നീ ചെല്ല്. ലോക്കലാന്നോ പുറത്താന്നോ? ഇവിടെ തന്നെയാ സാറേ ലോക്കല്. പിള്ളേരാ സാറേ. നമ്മുടെ നേതാവില്ലയോ ഉമ്മച്ചൻ സാറ്, അങ്ങേരുടെ അനിയനും ടീമോ ബാംഗ്ലൂരിൽ എങ്ങാണ്ട് പഠിക്കുന്ന. അത് നല്ലതാ, പിള്ളേര് പഠിച്ച് വളരട്ടെ. എവിടെയാടി ക്യാമ്പ്? നമ്മുടെ 5 കിലോ റബ്ബർ തോട്ടത്തിലുള്ള ആ വീടില്ലയോ, അവിടാ. ദേ സാറേ, ആ വഴിക്കൊന്നും വന്നേക്കല്ലേ, പിള്ളേര് അത്രയ്ക്ക് രഹസ്യമായി വെച്ചേക്കുന്നതാ. ഓ, എനിക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്നടി മറിയാമേ. തൽക്കാലം നീ 5 കിലോട്ട് ചെല്ല്. അവിടെ പിള്ളേർ അടുപ്പത്ത് വെച്ച വെള്ളം ഇപ്പൊ തിളച്ച് മറിഞ്ഞാണ്. വരട്ടോ പൗലോ സാറേ? വരണ്ട, പോയച്ചാ മതി. ചേടാ, ഇവനിത് എന്നാ പണിയായി കാണിക്കുന്നേ? മണിക്കൂർ ഒന്നായില്ല അകത്ത് കയറിയിട്ട്. പാവം 2 ആഴ്ചയല്ലേ ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട്, അതിന്റെ ഒരു ക്ഷീണം കാണും. ഓ, ഇയാള് പറയുന്ന കേട്ടാ തോന്നും ബാക്കിയുള്ള ഒരുപാട് ദിവസവും. എടാ അതുകൊണ്ടല്ല, ഈ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ചെവിയിൽ എത്തിയാൽ മതി. ഇവിടെ കരക്കാർ കൂടാൻ വലിയ സമയമൊന്നും വേണ്ട. എന്നതാടാ തോട്ടത്തിനകത്ത് പണി? ബിസിനസ് മാനേജ്മെന്റിന്റെ കൂടെ റബ്ബർ ടാപ്പിംഗും പഠിപ്പിക്കുന്നുണ്ടോ ബാംഗ്ലൂരില്? അകത്താരാടാ? ഡെന്നീസാ. ഏത് ഡെന്നിസ്? അത് നമ്മുടെ ഉമ്മച്ചായന്റെ അനിയൻ. ഓ, പ്ലാന്റർ ചാക്കോച്ചന്റെ ഇളയ മോൻ. അകത്ത് പഠനം വല്ലതും നടക്കുവാന്നോ? എന്ന് വെച്ചാ വല്ല പ്രൈവറ്റ് ട്യൂഷൻ എന്തെങ്കിലും? മര്യാദയ്ക്ക് അവനോട് പുറത്തോട്ടിറങ്ങി വരാൻ പറ. അവനായിട്ട് വാതിൽ തുറന്നു വന്ന അവന് കൊള്ളാം. എന്നെ കൊണ്ട് തുറപ്പിക്കരുന്ന് പറ. ഡെന്നീസേ വാതിൽ ഓർക്കടാ. എടാ വാതിൽ ഓർക്ക്. സാറൊന്ന് പുറത്തോട്ടിറങ്ങണം, നന്നായിട്ടൊന്ന് കാണട്ടെ. പോട്ടെ സാറേ, പിള്ളേരല്ലയോ? എന്നെ കയറി പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. ഇനി സാറിന്റെ കാര്യം. പൗലോച്ചാ, എല്ലാത്തിനെയും വണ്ടിയിലോട്ട് കേട്ടിക്കോ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. സോളമൻ സാറുണ്ടോ? പൗലോച്ചാ, മണി ഇപ്പൊ 5:30 കോടതി പിരിഞ്ഞു കാണും. ഈ പിള്ളേരെ ആ മജിസ്ട്രേറ്റിന്റെ വീട് വരെ എത്തിക്കണമല്ലോ. പക്ഷെ ഈ ഉമ്മച്ചന്റെ അനിയനെ പോലീസ് ജീപ്പി കയറ്റി ടൗണിൽ കൂടെ കൊണ്ടുപോവാന്ന് വെച്ചാ ഉമ്മച്ചൻ എത്തിയല്ലോ. എന്നാ പിന്നെ ഉമ്മച്ചൻ ഒരു കാര്യം ചെയ്യും, ഞങ്ങള് ബാക്കിയുള്ളവന്മാരെ കൊണ്ട് ജീപ്പി പോയിക്കോളാം. താൻ അവനെ കൊണ്ട് കാറിലങ്ങ് എത്തിയേച്ചാ മതി. അറിയാലോ മജിസ്ട്രേറ്റ്, നമ്മുടെ പപ്പനാ നമ്പീഷൻ. പറത്തി വിട്ടേക്കല്ലേ ഉമ്മച്ച, എന്റെ തൊപ്പി തെറിക്കുന്ന കാര്യമാ. സാർ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അടുത്ത ഇലക്ഷൻ എന്റെ സീറ്റ് ഏതാണ്ട് ഉറപ്പായതാ. ഈ സമയത്ത് ഇങ്ങനെ ഒരു നാണക്കേടുണ്ടായിപ്പോയാ സഹായിക്കണം. നമുക്കകത്തിരുന്ന് സംസാരിക്കാം. താൻ മാത്രം ഈ വക അലങ്കാരങ്ങളൊന്നും വേണ്ട. സാർ പറ, ഞാൻ എന്ത് ചെയ്യണം? സാറിന്റെ പ്രൊമോഷന്റെ കാര്യത്തിന് വേണമെങ്കിൽ ഞാൻ നേരിട്ട് തിരുവനന്തപുരത്തിന് പോവാം. പിന്നെ സ്ഥലം മാറ്റം ഉമ്മച്ചൻ വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളല്ലേ ഇതൊന്നും. ഇതൊക്കെ ആർക്ക് വേണോടോ ഉമ്മച്ച? തോളയിൽ ഒരു സ്റ്റാർ അധികം കയറിയിട്ട് ഇപ്പൊ ആർക്കാ ഗുണം? പിന്നെ സ്ഥലം മാറ്റം അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ നമുക്കെല്ലാം ഒരുപോലാടോ. തനിക്ക് കേസ് ഒഴിവാക്കണോ പറ. പക്ഷെ അതിന് ഇതൊന്നും പോരാ. ഈടോ, ഞാൻ ഈ കാര്യത്തിൽ ഒരു ഹരിചന്ദ്രനൊന്നും അല്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് തനിക്കറിയാം. സംഗതി അഴിമതി തന്നെ. ഉമ്മച്ചന്റെ മാനത്തിന് ഞാനിടുന്നൊരു വിലയാന്ന് വെച്ചോ 5.
5 ലക്ഷം രൂപ കിട്ടണം. സോളമൻ സാർ ഒരു കാര്യം മനസ്സിലാക്കണം. അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ MLA ഒത്ത ഒരു മന്ത്രിയും. ഇന്ന് എന്നെ ഒന്ന് സഹായിച്ചാൽ അതിന്റെ ഗുണം സാറിന് അന്ന് കിട്ടും. ഹാ കള ഉമ്മച്ച, അത് താൻ MLA മന്ത്രിയൊക്കെ ആയിട്ടല്ലേ. മലർപ്പൊടിയും തലയെ വെച്ചോണ്ട് ഒരുപാട് സ്വപ്നം കാണല്ലേ ഉമ്മച്ച. താൻ കാശപ്പ് എത്തിക്കുന്നു പറ. അപ്പൊ കാശ് കിട്ടാതെ കേസ് ഒഴിവാക്കത്തില്ല എന്ന് സാർ തീരുമാനിച്ചു. അതവൻ 5 പരക്കിലെ റബ്ബർ തോട്ടത്തിൽ ഉണ്ടെന്ന് വിവരം കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതല്ലേ. ശരി, കാശ് ഇന്ന് ഞാൻ കൊണ്ടുതരും. മാനം കാക്കാന്നുള്ളത് എന്റെ ആവശ്യമാണല്ലോ. പക്ഷേ 5 എന്നുള്ളൊന്ന് കുറയ്ക്കണം. ഒരു 3 ലക്ഷം ഞാൻ തരും. 3 ലക്ഷം